ഡിസാസ്റ്റർ ഫേസ് എന്താണ്? ഡിസാസ്റ്ററിൻ്റെ മുൻപ് നമ്മൾ എങ്ങനെയൊക്കെ മുൻകരുതൽ എടുക്കാം എന്നാണ് എന്തിൽ പറയുന്നത്? കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പ്ലാൻ. ഫസ്റ്റ്, കമ്മ്യൂണിറ്റി ഓറിയൻറ്റേഷൻ, സ്റ്റോക്ക് ടേക്കിംഗ് റിസോഴ്സസ്, റിസ്ക് ആൻഡ് വളണ്ടബിലിറ്റി അസസ്മെൻറ്റ്, ഫോർമുലേഷൻ ഓഫ് പ്രിപ്പയർഡ്നെസ് പ്ലാൻ ആൻഡ് ഡ്യൂറിങ് ഡിസാസ്റ്ററിന് എങ്ങനെ ഓർഗനൈസിങ് സെർച്ച് ആൻഡ് പ്രൊവൈഡിങ് ഷെൽട്ടർ ടു പീപ്പിൾ ഓഫ് ലൈഫ് സ്റ്റോക്ക്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്താ? പ്രൊവൈഡിങ് ടു ഷെൽട്ടർ. എന്ത് കൊടുക്കുക? ജനങ്ങൾക്ക് ഷെൽട്ടർ അനുവദിച്ച് കൊടുക്കുക അല്ലേ? പ്രൊവൈഡിങ് ഷെൽട്ടർ ടു പീപ്പിൾ ടു ലൈഫ് സ്റ്റോക്ക്, അവർക്ക് ജീവിക്കാനുള്ള ഷെൽട്ടർ അനുവദിച്ച് കൊടുക്കുക. ആൻഡ് ഡിബ്രൈസ് ക്ലിയറൻസ് ആൻഡ് ഡെഡ് ബോഡി ഐഡൻറ്റിഫിക്കേഷൻ. അവർ നമുക്കറിയാം വയനാട് ചൂരൽമലയൊക്കെ ഡെഡ് ബോഡി ഐഡൻറ്റിഫിക്കേഷൻ ചെയ്യാൻ പറ്റാഞ്ഞിട്ട് എന്ത് ചെയ്തു? ക്രിസ്ത്യാനി, മുസ്ലിംസ് ആൻഡ് ഹിന്ദു ഡെഡ് ബോഡീസൊക്കെ ഒരുമിച്ച് എന്ത് ചെയ്തു? അടക്കം ചെയ്ത് നമ്മൾ കണ്ടതാണ്. കാരണം അവർക്ക് കയ്യും നെക്സ്റ്റ് നമ്മൾ ബോഡി പാർട്സാണ് കിട്ടുന്നത്. അപ്പോൾ മനസ്സിലാകുന്നില്ല ആരാണ്, മതം, ജാതി ഒന്നും നമുക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ്? ഐഡൻറ്റിഫിക്കേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ഓക്കെ, അതിന് ക്ലിയറൻസ് ആൻഡ് ഡെഡ് ബോഡി ഐഡൻറ്റിഫിക്കേഷൻ. ഓക്കെ, നെക്സ്റ്റ് ഡാമേജ് അസസ്മെൻറ്റ്. ഡാമേജ് ചെയ്യുക, അവരെ അടക്കം ചെയ്യുക അല്ല, ഡാമേജിനെ അസസ്മെൻറ്റ് ചെയ്യുക. അതായത് ഇപ്പോൾ ശരീരഭാഗത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണെങ്കിലും അത് അടക്കം ചെയ്യുന്നതും, പിന്നെ ബിൽഡിങ്സിൻ്റെ ഭാഗങ്ങൾ, പാർട്സ് ഓഫ് ദ ബിൽഡിങ്സും, വീടിൻ്റെതും വണ്ടീൻ്റെതും, അതായത് ഫ്രിഡ്ജ്, ഒരു വീടിൻ്റെ ഉള്ളിൽ എന്തൊക്കെ സാമഗ്രികൾ, അതിൻ്റെ എല്ലാം പാർട്സൊക്കെ ഇങ്ങനെ ഒലിച്ചു വരില്ല, അതൊക്കെ എന്ത് ചെയ്യുക? നിർമ്മാർജ്ജനമല്ല, അതൊക്കെ ഒരു അടുക്കി പെറുക്കി ഇതാക്കി വെക്കാനും മരിച്ചു പോയവരെ അടക്കം ചെയ്യുന്നതൊക്കെ എന്താണ്? ഇതിൽപ്പെടും. ഓക്കെ, പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസ്. എന്താണ് പോസ്റ്റ് ഡിസാസ്റ്റർ ഫേസിൽ വരുന്ന? ഒന്നാമത്തെ ഡീറ്റെയിൽ ഡാമേജ് അസസ്മെൻറ്റ്, പ്രിപ്പറേഷൻ ഓഫ് റീഹാബിലിറ്റേഷൻ പ്ലാൻ ആൻഡ് സോഷ്യൽ റീഹാബിലിറ്റേഷൻ, മോണിറ്ററിങ് ദ CBDM. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് അതിൽ വരുന്നത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ്. എന്തൊക്കെയാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ്? എന്തൊക്കെയാണ്? In the introduction, it is this previous unit, disaster have been to wider response to the society, leading to huge losses and damages in society global by the day. അതായത് ആഗോള തലത്തിൽ ചിന്തിക്കുമ്പം ഡേ ടു ഡേ എന്ന പോലെ പല ഡിസാസ്റ്റർ ആയിട്ട് ഇപ്പം നമ്മുടെ സ്റ്റേറ്റിൽ മാത്രമല്ല, ഇന്ത്യേൻ്റെ കീഴിലുള്ള നമ്മുടെ സ്റ്റേറ്റിൽ മാത്രമല്ല, പൊതുവേ എന്താണ് വരുന്നത്? പൊതുവേ കുറേ പ്രശ്നങ്ങളും ഡേ ടു ഡേ ലോസസ് ആണ് വരുന്നത് അല്ലേ? ജനങ്ങളുടെ ജീവനും അല്ലാതെ പ്രോപ്പർട്ടീസൊക്കെ എന്ത് ചെയ്യുന്നു? ഇല്ലാതെയാവുന്നു. ആസ് ഡിസ്കസ് ദ പ്രീവിയസ് യൂണിറ്റ്, ആൻഡ് അക്രോസ് ദ ബോർഡേഴ്സ് ആൻഡ് ഡിസാസ്റ്റർ ഇമ്പാക്ട്സ് ഹാവ് ബീൻ ഇൻക്രീസിംഗ് ഡേ ബൈ ഡേ. എക്സ്ട്രീം വെതർ കണ്ടീഷൻ ആൻഡ് പോപ്പുലേഷൻ ഗ്രോത്ത്. എന്താണ് വെതർ കണ്ടീഷൻ? മീൻസ് കാലാവസ്ഥ കണ്ടീഷൻ ആൻഡ് പോപ്പുലേഷൻ ഗ്രോത്ത്, അൺപ്ലാൻഡ് അർബനൈസേഷൻ. ഇതാണ് നമുക്ക് ഈ മെയിൻ ഇമ്പോർട്ടൻസ് ആയിട്ട് ഇവിടെ പഠിക്കാനുള്ളത്. എന്താണ് നമുക്ക് ഇവിടെ മിസ് ഒന്ന് നോട്ട് ചെയ്ത് തരാം. എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ സ്ട്രാറ്റജീസ്? അതെന്താണ് സ്ട്രാറ്റജീസിൽ? നമ്മൾ ആ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിനെ നമ്മൾ ഇല്ലാതാക്കാൻ എന്തായാലും പറ്റത്തില്ല. കാരണം നേച്ചർ, പ്രകൃതിയാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് ഓരോരോ ദുരന്തങ്ങൾ കാരണം നമ്മൾ പ്രകൃതി അത്രയും എന്ത് ചെയ്യുന്നു? എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, മരങ്ങൾ മുറിക്കുന്നു, അങ്ങനെ പലതും ചെയ്യുന്നു. അതുകൊണ്ട് പ്രകൃതി എന്ത് ചെയ്യുന്നു? നമ്മളെ ജസ്റ്റ് നമുക്കൊരു ഇത് തരികയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഓവർകം ചെയ്ത് മുന്നോട്ട് പോകുന്നൊരിതാണ് കാണുന്നത്. ഓക്കെ, എന്തൊക്കെയാണ് വരുന്നത്? ഇതിൽ പറയുന്നത് എന്താണ്? ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസിൽ വരുന്നത് മിസ് വായിച്ചുതരാം. ഒബ്ജക്റ്റീവ്സ് എന്താണ് വരുന്നത്? ഡിസ്കസ് ദ പ്രോബ്ലംസ് ഇൻവോൾവ് ഇൻ മാനേജ്മെൻറ്റ് ഓഫ് ഡിസാസ്റ്റർ സിറ്റുവേഷൻ. ഡിസാസ്റ്റർ സിറ്റുവേഷനിൽ മാനേജ് ചെയ്യാൻ എന്തൊക്കെ പ്രോബ്ലമാണ് നമുക്കുള്ളതെന്നാണ് ഈ ഒരു പാഠത്തിൽ പഠിക്കുന്നത്. എക്സ്പ്ലെയിൻ ദ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ് അഡോപ്റ്റഡ് ദ ഇൻ്റർനാഷണൽ ആൻഡ് നാഷണൽ ലെവലും ഇൻ്റർനാഷണൽ ലെവലും എങ്ങനെയൊക്കെയാണ് ഇതിൽ മുൻകരുതലുകളും അഭിപ്രായങ്ങളും നമുക്ക് കിട്ടുന്നതെന്ന് പഠിക്കുന്നു. നെക്സ്റ്റ്, ഇവോൾവിങ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ്, ഐഡൻറ്റിഫൈങ് ദ പ്രോബ്ലംസ്. എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യുക? സ്ട്രാറ്റജീസ് എന്തൊക്കെ അതിൽ കൊടുക്കാൻ പറ്റും? അതായത് ഗ്യാപ്പ്
gaps of politics and practice, high potential impact of crisis of low priority emergency of management. നമുക്ക് മാനേജ് ചെയ്യാൻ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഒരു കോർഡിനേഷനും അതിൻ്റെ അഭിപ്രായങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, ഡിസ്കസ് ചെയ്യുക. നീഡ് ഫോർ പ്ലാനിങ് ഫോർ ഓർഡർ ടു ഇൻഹെൻറ്റ് ഓർ ഡിസോൾവ് ക്രൈസിസ് ഇവൻ. ക്രൈസിസ് എന്ന് പറഞ്ഞാൽ ഒരു വലിയ ഒരു എന്താണ് പറയുക, നമ്മൾ ആ ക്രൈസിസിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സമയം, ആ ഒരു വെല്ലുവിളി നിറഞ്ഞ സമയമാണ് ക്രൈസിസ്. അത് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്ക് പലരുടെയും ഹെൽപ്പും കോർഡിനേഷനും ഗവൺമെൻറ് സപ്പോർട്ടും എല്ലാം വേണം. ആൻഡ് നീഡ് ഫോർ ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ച് റിയാലിറ്റി ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രാഗ്മെൻറ്റേഷൻ. എന്ത് വേണം? ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്രാഗ്മെൻറ്റേഷൻ വേണം. നീഡ് ഫോർ ആക്റ്റീവ് പ്ലാനിങ് ആൻഡ് ജെനുവിൻ റെഡിനെസ് ടു സിംബോളിക് റെഡിനെസ്. നീഡ് ഫോർ ആക്റ്റീവ് പ്ലാനിങ് ആൻഡ് ജെനുവിൻ, അതായത് ആക്റ്റീവ് പ്ലാനിങ് ഗവൺമെൻറ്റിൻ്റെ എന്താ നാഷണൽ ബേസ് ആണെങ്കിലും ഡിസ്ട്രിക്ട് ലെവലാണെങ്കിലും പഞ്ചായത്ത് ലെവലും എന്തോ ആയിക്കോട്ടെ, പക്ഷെ എന്തായിരിക്കണം, ജെനുവിനായിട്ട് ആക്റ്റീവായി പ്ലാൻ ചെയ്യണം. ഇവരെ എങ്ങനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാമെന്നുള്ള ജെനുവിൻ പ്ലാനിങ് വേണം. ഓക്കെ, നെക്സ്റ്റ് സെൻട്രലൈസ്ഡ് അപ്രോച്ച്, ലാക്ക് ഓഫ് കോർഡിനേഷൻ. ദെൻ സ്കോളർലി റെസ്പെക്റ്റീവ് ഓൺ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസ്. എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സ്ട്രാറ്റജീസിൽ പറയുന്നത്? നെക്സ്റ്റ് റിസോഴ്സ്ഫുൾനെസ് ആൻഡ് റാപ്പിഡിറ്റി. ഓക്കെ, ആൻഡ് പ്രൊവൈഡ് എമർജൻസി മാനേജ്മെൻറ്റ് പേഴ്സണൽ ടൈം ഓഫ് ഡിസാസ്റ്റർ ഇൻക്ലൂഡ്സ്. അതായത് എമർജൻസി മാനേജ്മെൻറ്റിൽ അറ്റ് ദ ടൈം ഓഫ് ഡിസാസ്റ്റർ ഇൻക്ലൂഡ്സ് ദ അങ്ങനത്തെ ആ ടൈമിൽ എന്തൊക്കെയാണ് എനർജി മാനേജ്മെൻറ്റ് പേഴ്സണൽ അറ്റ് ദ ടൈം ഓഫ് ഡിസാസ്റ്റർ ഇൻക്ലൂഡ്സ്. ആ സമയത്ത് ഡിസാസ്റ്ററിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഘടകങ്ങൾ ഏതെല്ലാം, അതായത് ഏതെല്ലാം ഘടകങ്ങളാണ് നമുക്ക് ആ ഒരു ലെവലിൽ ചെയ്യാനുള്ളതെന്ന് ചോദിച്ചാൽ, എൻവയോൺമെൻറ്റ് നോളജ് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ എന്താണ്, റിസ്ക് മാപ്പിംഗ്, സീസണൽ കലണ്ടർ, ട്രാൻസെക്ട് വാക്ക്, ഇൻസ്റ്റിറ്റ്യൂഷണൽ അപ്രോച്ച് ആൻഡ് key aspects, then disaster management strategies, community based definition, assessment, relevance ഒക്കെ നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇതിൽ ഇനി നമുക്കറിയാം ഈ ഒരു ഡിസാസ്റ്റർ, ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ടൂൾസ് കഴിഞ്ഞ് നമ്മൾ എന്തൊക്കെ ട്രഡീഷണൽ നോളജീസ് എന്താണ് ഡെഫിനേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിൽ ദ യുണീക്ക് ആൻഡ് ട്രഡീഷണൽ ലോക്കൽ നോളജ് എക്സിസ്റ്റ് ദ ഡെവലപ്ഡ് ഗ്രൗണ്ട് ഓഫ് സ്പെസിഫിക് കണ്ടീഷൻസ് ഓഫ് വുമൺ ആൻഡ് മെൻ. ഡെഫിനേഷൻ ആൻഡ് ഇൻക്ലൂഡിങ് പെർട്ടിക്കുലർലി ഇൻ എ ജോഗ്രഫിക്കൽ ഏരിയ. ഓക്കെ, അതെന്താണ് ട്രഡീഷണൽ നോളജ് എന്നുള്ളത് അല്ലേ? ആ ലൊക്കാലിറ്റിയിലുള്ള ട്രഡീഷണൽ നോളജിൻ്റെ ഡെഫിനേഷനാണ് മിസ് വായിച്ചത്. നമ്മൾ നേരത്തെ ഈ ക്ലാസ്സിൽ തന്നെ ഫസ്റ്റ് പറഞ്ഞല്ലോ, ട്രഡീഷണൽ നോളജ് എന്നാൽ എന്ത്, ഒരു ഏരിയയെ പറ്റി അറിയണം. പിന്നെ ഡിസ്ട്രിക്ട് ലെവലാണെങ്കിലും പിന്നെ എന്താണെങ്കിലും ഡിസ്ട്രിക്ട് ലെവലാണെങ്കിലും ലോക്കൽ ലെവലാണെങ്കിലും നാഷണൽ ലെവലാണെങ്കിലും ആ ഒരു പ്ലേസിനെ പറ്റി തിരിച്ചറിവുണ്ടായിരിക്കണം. അത് ഏതൊക്കെ നോളജിലൂടെ നമ്മൾ പറഞ്ഞത്, ട്രഡീഷണൽ നോളജിലൂടെയും എൻവയോൺമെൻറ്റ് നോളജിലൂടെയും എക്കണോമിക്കൽ നോളജിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിൽ മിസ് നോട്ട് ചെയ്യുന്നൊരു പോയിൻ്റാണ് ഡെഫിനേഷനായിരുന്നു എന്ത്, ട്രഡീഷണൽ നോളജ്. അത് എക്സാമിന് നിർബന്ധമായിട്ട് വരും. അത് മിസ് ജസ്റ്റ് ഒന്ന് വായിക്കുകയാണ്, അതെന്തായാലും നിങ്ങൾ നോട്ടിൽ എഴുതിയെടുക്കുക. എന്താ ഡെഫിനേഷൻ ഓഫ് ട്രഡീഷണൽ നോളജ്? Environmental knowledge is based on the environmental means places, that means surroundings, that is environmental. But traditional knowledge is very important because the study of the prehistoric men and their situations. അതിൻ്റെ ഡെഫിനേഷൻ മിസ് ജസ്റ്റ് ഒന്ന് വായിച്ചുതരാം. അത് നിങ്ങൾ ഇതേപോലെ തന്നെ എന്ത് ചെയ്യണം, നോട്ടിലേക്ക് എഴുതണം. ഓക്കെ, ട്രഡീഷണൽ നോളജ് ഈസ് ദ യുണീക്ക് ആൻഡ് ട്രഡീഷണൽ യുണീക്ക് എഴുതി കോമ ഇട്ടിട്ട് എഴുതുക. ട്രഡീഷണൽ കോമ ലോക്കൽ നോളജ് കോമ എക്സിസ്റ്റ് ആൻഡ് ഡെവലപ്ഡ് അറൗണ്ട് ദ സ്പെസിഫിക് കണ്ടീഷൻ ഓഫ് വുമൺ ആൻഡ് മെൻ പെർട്ടിക്കുലർലി ഇൻ എ പെർട്ടിക്കുലർ ജോഗ്രഫിക് ഏരിയ. അത് ഇൻവെർട്ടർ കോമയിൽ ഇടുക. മിസ് ദ യുണീക്ക് മുതൽ അല്ലെങ്കിൽ ദ ട്രഡീഷണൽ നോളജ് ഈസ് ഇൻവെർട്ടർ കോമ അണ്ടർലൈൻ ചെയ്തിട്ട് ഈ ഒരു ഡെഫിനിഷൻ കംപ്ലീറ്റ് ചെയ്യുക. നിർബന്ധമാണ്. നിങ്ങൾ ഇതേപോലെ തന്നെ നോട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് എക്സാമിന് പ്രിപ്പയർ ചെയ്യും. ഓക്കെ.